ദിലീപേട്ടന്റെ നായകന്മാർക്കൊക്കെ തുടരെ പിന്നെ അങ്ങോട്ട് സിനിമകളായിരിക്കും. ദിലീപേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വാട്ട് ഈസ് യുവർ എന്താ ഫീല്? ഇപ്പൊ സിനിമയൊക്കെ ഇറങ്ങിയല്ലോ, ആളുകൾ ഓഫ് കോഴ്സ് ഫസ്റ്റ് സിനിമ ആകുമ്പോൾ ആളുകൾ വിളിക്കും, കൂടുതൽ റിവ്യൂസ് പറയുകയൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സ് ഫാമിലി പുറത്തുനിന്നൊക്കെ. എന്തായിരുന്നു? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓൾ എബോ ഭയങ്കര റെസ്പോൺസ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അത് രജിസ്റ്റർ ആയിട്ടില്ല ഇവിടെ. സിനിമയിൽ ഭയങ്കര എക്സെൻട്രിക് ആണല്ലോ, നേരെ തിരിച്ചാണോ? ടോക്കറ്റീവ് ആണ്, പക്ഷേ എക്സെൻട്രിക് അല്ല. ടോക്കറ്റീവ് ആണ്, ആംബിവേർട്ട് എന്ന് പറയാം. ടോക്കറ്റീവ് ആണ്, പക്ഷെ നല്ല റിസർവ്ഡ് ആണ് ഞാൻ ആ സിനിമയിൽ മാത്രം. ആക്ച്വലി പടം ചെയ്ത് കഴിയുമ്പോൾ ആർക്കും അറിയില്ല. 1 year നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഹൈഡ് ചെയ്ത് വെച്ച് 1 വർഷം ഒന്നിലും ആക്റ്റീവ് അല്ലാണ്ടാണ് ഇരുന്നത്. അപ്പം കൂടുതലുള്ള ആർക്കും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര സർപ്രൈസ് ആണ്. അതെ, നമ്മുടെ ടീമിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്തതാണ്. ഇത് പുറത്ത് ക്യാരക്ടർ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ട് പുറത്തറിയണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ശരിക്കും ഒരു ബോംബ് പൊട്ടിയ പോലെയാണ്. എല്ലാവരും ഭയങ്കര ഷോക്കാണ്. ബിക്കോസ് ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല അത്. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരനെ ഞാൻ പടത്തിൻ്റെ തലേ ദിവസമാണ് വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന്. ആക്ടർ ഒന്നും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു പടം ഉണ്ട്, പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേ പേര് പറഞ്ഞു ചേട്ട പടമാണെന്നുള്ളത്. പിന്നെ കുറേ പേര് ഓഫ്ലൈൻ പോസ്റ്റേഴ്സൊക്കെ വന്നപ്പം അങ്ങനെ രജിസ്റ്റർ ആയിട്ട് മനസ്സിലാക്കി. പക്ഷേ ലൈക്ക് എവ്രി വൺ ഈസ് വെരി വെരി ഇമോഷണൽ. ബിക്കോസ് ഇത്രയും ലെജൻഡ് ആക്ടറുടെ കൂടെ അല്ലേ വർക്ക് ചെയ്തത്. അപ്പോൾ ആർക്കത് എന്താ പറയുക, ഡൈജസ്റ്റ് ആവണില്ല, സീരിയസ്ലി അങ്ങനെയുള്ള രീതിക്കാണ്. പിന്നെ ഭയങ്കര ഇമോഷണലായി. ബിക്കോസ് ഇത്രയും ഒരുപാട് വർഷം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും ഭയങ്കര ഇമോഷണലാണ്. എല്ലാവരും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായി. ഞാനും ഹാപ്പിയാണ്. ഈ സാധാരണ ദിലീപേട്ടൻ്റെ കൂടെ വരുന്ന നായികമാര് ചിലരെങ്കിലും ഒക്കെ പറയുമല്ലോ, ഞാൻ കുട്ടിക്കാലത്ത് ദിലീപേട്ടൻ്റെ സിനിമ കണ്ടാണ് വളർന്നത്, അങ്ങനെ പറഞ്ഞായിരുന്നു ദിലീപേട്ട? അത് ഒബ്വിയസ്ലി അത് പറയുമല്ലോ. നമ്മളെല്ലാവരും 90s കിഡ്. അത് ആ പടം കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. അത് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒബ്വിയസ്ലി.